നമ്മുടെ അപ്പർ ബോഡി ഡേയും ആണ്, ഹൈ കാർബ് ഡേയും ആണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരെണ്ണം മാത്രം ഞാൻ മുട്ട എടുക്കുന്നത് ഓർഗാനിക്കാണ് എടുക്കുന്നത്. ഇവിടെ ഓർഗാനിക്കും മറ്റേതും കണ്ടു കഴിഞ്ഞാൽ രണ്ടും ബ്രൗൺ കളർ തന്നെയാണ്. അപ്പം വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻസും മിനറൽസും കൂടുതലുള്ളതും അബ്സോർപ്ഷൻ റേറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടുതലുള്ളത് നാടൻ മുട്ടയിലാണ്. നമ്മൾ വർക്കിന് ചെന്ന് അവിടെ നമ്മൾ ഫുഡ് ലഞ്ച് കൊണ്ടുവരുന്നത് കഴിച്ചു, റൂമൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് അത്യാവശ്യം ക്ഷീണം തോന്നിയിരുന്നു. അപ്പോൾ തിരിച്ചു വന്നതേ നമ്മൾ ഓൺ ദ വേ നമ്മൾ പൈത്തണമൊക്കെ പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ക്യാമറ ചാർജ് ചെയ്യാൻ വെക്കണം, ഫയൽസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യണം. തേങ്ങാവെള്ളം കുടിച്ചാണ് ആദ്യം നമ്മുടെ ബോഡി ഒന്ന് റീഫ്യൂവൽ ചെയ്യുന്ന രീതിയിൽ. എന്നിട്ട് നമ്മുടെ ഹൈ കാർബ് ഡേയിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് 300 ഗ്രാം പൊട്ടറ്റോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ടും. പിന്നെ നമ്മുടെ പ്രീ വർക്കൗട്ട് ഡ്രിങ്കായ കോഫി, പിങ്ക് സോൾട്ട്, ഹണി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രീ വർക്കൗട്ട് മീൽ റെഡിയായി. മീലെന്ന് പറയുന്നത് മീൻസ് ടർക്കി ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കോഫിയും, പിന്നെ ഫൈനലി പമ്പ് എൻഹാൻസർ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രീ വർക്കൗട്ട് ക്യാപ്സ്യൂൾ എടുക്കുകയാണെന്ന്. അത് കഴിഞ്ഞ് ക്ലയൻസിൻ്റെ പ്രോഗ്രസ് എല്ലാം നമ്മളൊന്ന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പം നമ്മുടെ സ്റ്റെപ്പ് ഏറെക്കുറെ ഫിനിഷ് ആകാറായി. അപ്പോൾ ഇന്ന് കൂടുതൽ എനർജിക്ക് വേണ്ടി വേറെ ഫുഡ് എടുക്കേണ്ടി വരും. വാമപ്പായിട്ട് ഇപ്പോൾ കാണുന്ന പോലെ കുറച്ച് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പർ ബോഡിക്ക് വേണ്ടി നമ്മൾ ഫ്രണ്ട് പുൾ ഡൗണും അതിൻ്റെ കൂട്ടത്തിൽ സൂപ്പർ സെറ്റായിട്ട് ഷോൾഡറിൻ്റെ പ്രസ്സും ചെയ്തു. ഇതെല്ലാ വർക്കൗട്ടും തന്നെ 3 സെറ്റ് 12, 10, 8 ഇതാണ് റെപ്പറ്റീഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോ കേബിൾ റോ ചെയ്തു. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സൂപ്പർ സെറ്റ് ചെയ്യേണ്ടിയിരുന്നു, അത് ഷ്രക്സ് ആയിരുന്നു. പക്ഷേ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് നമുക്ക് മെഷീൻ താഴെ മേളിലും ആയതുകൊണ്ട് ഷ്രക്സിനുള്ളത് താഴെയും എന്നാൽ ലോ കേബിൾ റോയ്ക്കുള്ളത് മേളിലും ആയിരുന്നതുകൊണ്ട് നമ്മൾ റെസ്റ്റ് ടൈം ഇച്ചിരി ചുരുക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് റിയലിൻ്റെ ഫ്ലൈസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ സൂപ്പർ സെറ്റായിട്ട് ഡംബൽ ലാറ്ററൽ റൈസസ്. അപ്പോൾ നല്ല ഇൻറ്റൻസിറ്റി തോന്നിയിരുന്നു. ഒത്തിരി വെയിറ്റ് വെച്ചല്ല, മാക്സിമം നമ്മുടെ ഷോൾഡർ നല്ല രീതിയിൽ പമ്പാകുന്ന പോലെയാണ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സിംഗിൾ ആം ഡംബൽ ഡ്രോ ഉണ്ട്, 30 ഡിഗ്രി ഇൻക്ലൈൻ ഡംബൽ പ്രസ്സും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബെഞ്ച് നേരെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഡംബൽ പുൾ ഓവറും ചെയ്തു. അപ്പം മാക്സിമം സ്ട്രെച്ച് ഫീൽ ചെയ്യുകയും ചെസ്റ്റിൽ തന്നെ നല്ലൊരു പമ്പ് ഫീൽ ചെയ്യുകയും ഒരേ സമയം ചെയ്യാൻ വേണ്ടിയാണ് ഇത് മാറി മാറി സൂപ്പർ സെറ്റ് ആഡ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മേളിൽ ചെന്നിട്ട് പെക്ഡക്ക് ചെയ്തു തീർത്തു. പെക്ഡക്ക് കഴിഞ്ഞ ഉടനെ തന്നെ കേബിൾ ക്രോസ് ഓവർ 20 റെപ്പറ്റീഷൻ 3 സെറ്റ്. നല്ല പമ്പ് കണ്ടു. ആസ് യൂഷ്വൽ നമ്മൾ വീണ്ടും കണ്ണാടിയുടെ മുന്നിൽ തന്നെ. അപ്പം തന്നെ ഞാൻ പുറത്തുള്ള പോസിംഗ് മുറിയിലോട്ട് ഓടി. അവിടെ ചെന്ന് കുറച്ച് നേരം പോസ് ചെയ്തു. അപ്പം നല്ല രീതിയിലുള്ള കണ്ടീഷനിങ് ആണ് കാണുന്നത്. അപ്പോൾ കുറച്ച് നേരം പോസിങ് എൻജോയ് ചെയ്യുക. കാഫിനൊന്നും ഇഗ്നോർ ചെയ്യുന്നില്ല. കാഫിന് മാക്സിമം നമ്മൾ ഇനിയും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഡെയിലി ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 4 സെറ്റ്സ് ഓഫ് 20. ഈ ചെയ്തേക്കുന്നത് 4 സെറ്റ്സ് ഓഫ് 20 ആണ് ചെയ്തത്. തിരിച്ച് വീട്ടിൽ വന്നത് നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് ഷേക്ക് 1000 മാംഗോ 250 ഗ്രാം, ബനാന 120 ഗ്രാം, അതിനകത്തോട്ട് 400 ഗ്രാം എഗ് വൈറ്റ്. സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഗ്ലൂട്ടമിനും ക്രിയാറ്റിനും ഓരോ സ്കൂപ്പും ഇത്രയും നമ്മൾ മിക്സ് ചെയ്ത് ഷേക്കായിട്ട് കുടിച്ചു. നമ്മുടെ സ്റ്റെപ്സ് ഓൾറെഡി നമ്മൾ ഒത്തിരി എക്സീഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ച് എനർജിയുടെ കൂടെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ ഫ്രൂട്ട് സലാഡും അതുപോലെ തന്നെ പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് നമ്മൾ പ്രീ വർക്കൗട്ട് എന്താണോ കഴിച്ചത് ആ സെയിം മീൽ റിപ്പീറ്റ് ചെയ്തു.